അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്ത നടനാണ് ബാല. സിനിമാ രംഗത്ത് അടുത്തിടെയുണ്ടായ പല വിവാദങ്ങൾക്കും ബാല പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ചും ബാലയ്ക്ക് തൻ്റേതായ അഭിപ്രായമുണ്ട്. കുറ്റക്കാർക്ക് ശിക്ഷ ലഭിക്കണമെന്നാണ് ബാല പറയുന്നത്. അതേസമയം ഇത് എളുപ്പമല്ലെന്നും ബാല പറയുന്നു. തൻ്റെ വിവാഹമോചനവും മകൾക്ക് വേണ്ടി നടത്തിയ നിയമപോരാട്ടവുമാണ് അതിന് ഉദാഹരണമായി ബാല ചൂണ്ടിക്കാട്ടുന്നത്. മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബാല ഇതേക്കുറിച്ച് സംസാരിച്ചത്. കോടതിയിൽ പോകുമ്പോൾ എൻ്റെ മനസ്സിലെ ഒരേയൊരു പ്രതീക്ഷ എൻ്റെ മകളെ എനിക്ക് തിരിച്ചു കിട്ടുമെന്നായിരുന്നു. ഞാനൊരു തെറ്റും ചെയ്തില്ല എന്നായിരുന്നു എൻ്റെ വിശ്വാസം. വലിയ വക്കീലിനെ വയ്ക്കും, വാദിക്കും, എല്ലാ പ്രൂഫും കൊടുക്കും. മകളെ ഞാൻ തിരിച്ചെടുക്കും കരുതിയാണ് ഞാൻ പോകുന്നത്. എന്നാൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും അഭിപ്രായം ചോദിക്കുമെന്ന് കരുതുമ്പോൾ കേസ് 3 മാസം കഴിഞ്ഞ് പരിഗണിക്കും. പിന്നീട് 4 മാസം നീട്ടി. 7 മാസം ഞാനും എൻ്റെ മകളും അകന്നിരുന്നു. എൻ്റെ മകളെ കാണാനുള്ള അവകാശം 1 വർഷം കഴിഞ്ഞാണ് ലഭിക്കുന്നത്. അത് ചോദിക്കാൻ പോയപ്പോൾ 1.5 വർഷം അങ്ങനെ പോയി. വേറെ ജഡ്ജി വന്നു. ആ ജഡ്ജിക്ക് എന്നെക്കുറിച്ച് അറിയില്ല. ജയിക്കാൻ പോകുന്ന സമയത്ത് വക്കീലിനെ അവർ മാറ്റും. പുതിയ വക്കീൽ കേസ് പഠിക്കാൻ 1.5 മാസം സമയം ചോദിക്കും. നിയമം കൊണ്ട് അച്ഛനെയും മകളെയും അവർ പിരിച്ചു. 6 വർഷം കടന്നുപോയി. എന്തിനു വേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്തത്? അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത്. പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യണം. എൻ്റെ മകളെ എനിക്ക് ഒരിക്കലും കിട്ടില്ല. പെൺകുട്ടിയായതിനാൽ അമ്മയ്ക്കൊപ്പമേ വിടൂ. അപൂർവ കേസുകളിൽ മറിച്ച് സംഭവിക്കും. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവമേ എനിക്ക് അറിയൂ. അത് മനോജറിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. എൻ്റെ സുഹൃത്താണ് അദ്ദേഹം. ഇതായിരിക്കും കോടതി വിധിയെന്ന് 8 വർഷം മുന്നേ അറിഞ്ഞെങ്കിൽ കുറച്ചുകൂടി പണം കൊടുത്തേനെ. എൻ്റെ യുവത്വം പോയി. അതിനിടയ്ക്ക് എൻ്റെ ബന്ധങ്ങൾ പോയി. അച്ഛൻ മരിച്ചു. കാരിയറിൽ നിന്ന് മാനസികമായി ഞാൻ അകന്നു. ജീവിതത്തോട് ഇഷ്ടക്കേട് തോന്നി. ആരോഗ്യം പോയി. എത്ര ദിവസം എൻ്റെ മകളെ ഓർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഇതേപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കേസെടുത്താലും നിയമപരമായി നീതി ലഭിക്കാൻ ഏറെ കാലമെടുക്കുമെന്ന് ബാല വ്യക്തമാക്കി. ഗായിക അമൃത സുരേഷ് ആയിരുന്നു ബാലയുടെ മുൻ ഭാര്യ. 2010-ലായിരുന്നു ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള വിവാഹം. അവന്തിക എന്ന മകളും ദമ്പതികൾക്ക് പിറന്നു. 2019-ഓടെ ഇരുവരും വേർപിരിയുകയാണ് ഉണ്ടായത്.